ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1968/2020 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇതിൽ നിന്ന് GK, അക്കൗണ്ടൻസി, കോപ്പറേറ്റീവ് ലോ ഈ മൂന്നെണ്ണത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വീഡിയോയിൽ ചെയ്യും. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഈസ് ഹാവിങ് 100% ലിക്വിഡ് കവർ? ഓപ്ഷൻ എ ബാലൻസ് ഇൻ SB അക്കൗണ്ട്, ഓപ്ഷൻ ബി ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഓപ്ഷൻ സി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, ഓപ്ഷൻ ഡി ബാലൻസ് ഇൻ കറണ്ട് അക്കൗണ്ട്. ഇതിലേതിനാണ് 100% ലിക്വിഡ് കവർ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാലൻസ് ഇൻ കറണ്ട് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ട് മാനേജ്മെൻറ്റ്? ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ കംപ്ലയിൻസ് വിത്ത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്, ഓപ്ഷൻ ബി മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഓപ്ഷൻ സി മിനിമൈസ് ലിക്വിഡിറ്റി റിസ്ക്, ഓപ്ഷൻ സി മിനിമൈസ് ലിക്വിഡിറ്റി റിസ്ക്, ഓപ്ഷൻ ഡി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് സോ ആസ് ടു മാക്സിമൈസ് ദ റിട്ടേൺ. ഇതിലേതാണ് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കറൻസി ഈസ്? ഓപ്ഷൻ എ ഡോളർ, ഓപ്ഷൻ ബി യൂറോ, ഓപ്ഷൻ സി പൗണ്ട്സ്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കം അണ്ടർ ഡാഷ് ഇൻ KYC നോംസ്? ഓപ്ഷൻ എ ഹൈ റിസ്ക്, ഓപ്ഷൻ ബി മീഡിയം റിസ്ക്, ഓപ്ഷൻ സി ലോ റിസ്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് KYC നോംസിൽ എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈ റിസ്ക്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കം അണ്ടർ ഹൈ റിസ്ക് ഇൻ KYC നോംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലോൺ മാനേജ്മെൻറ്റ്? ലോൺ മാനേജ്മെൻറ്റിലെ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട്. ഓപ്ഷൻ എ സെലക്ഷൻ ഓഫ് ക്ലൈൻറ്റ്, ഓപ്ഷൻ ബി ഡോക്യുമെൻറ്റേഷൻ, ഓപ്ഷൻ സി റിക്കവറി മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പർപ്പസ് ഓഫ് ദ ലോൺ. ഇതിൽ ലോൺ മാനേജ്മെൻറ്റിൻ്റെ എസെൻഷ്യൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റിക്കവറി മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി എ നെസസിറ്റി ഇൻ ദ ഡാഷ് പോയിന്റ് ഓഫ് വ്യൂ? ഓപ്ഷൻ എ ബോറോവേഴ്സ്, ഓപ്ഷൻ ബി ലെൻഡേഴ്സ്, ഓപ്ഷൻ സി റെഗുലേറ്റേഴ്സ്, ഓപ്ഷൻ ഡി ഗവൺമെൻറ്റ്സ്. റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ എന്ന് പറഞ്ഞാൽ വായ്പാ പുനഃക്രമീകരണം. അത് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി എ നെസസിറ്റി ഇൻ ദ ഡാഷ് പോയിന്റ് ഓഫ് വ്യൂ. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് നെസസിറ്റി ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെൻഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ എ സിറ്റിംഗ് ഓർ റിട്ടയേർഡ് ജുഡീഷ്യൽ ഓഫീസർ ആസ് ചെയർമാൻ. അതായത് ഇതിൽ ഓപ്ഷൻ എ ലോക് അദാലത്ത്, ഓപ്ഷൻ ബി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഇതിൽ ഏതിൻ്റെയാണ് ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ പ്രിസൈഡ് ചെയ്യുന്നത്? ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയർമാൻ ആയിട്ടുള്ളത് ഇതിൽ ഏതിലാണെന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലോക് അദാലത്ത്. ലോക് അദാലത്ത് പ്രിസൈഡ് ചെയ്യുന്നത് ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സർഫാസി ആക്ട് മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ഡാഷ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് 2002. ഓപ്ഷൻ എ റീസ്ട്രക്ചറിങ്, ഓപ്ഷൻ ബി റീകൺസ്ട്രക്ഷൻ, ഓപ്ഷൻ സി റീഓർഗനൈസേഷൻ, ഓപ്ഷൻ ഡി റിയലൈസേഷൻ. ഇതിൽ സർഫാസി എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സർഫാസി എന്ന് എഴുതുന്ന ഓരോ ലെറ്റേഴ്സും ഓരോ വേർഡാണ് കാണിക്കുന്നത്. ഇതിൽ SE എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റൈസേഷൻ. ഈ R എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
എഫ് ഫിനാൻഷ്യൽ, എ അസറ്റ് ആൻഡ് ഇ എന്ന് പറയണത് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് എസ് സെക്യൂരിറ്റി, ഐ ഇൻട്രസ്റ്റ്. അങ്ങനെയാണത് വരുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റീകൺസ്ട്രക്ഷൻ. അപ്പോൾ സർഫാസി ആക്ട് എന്ന് പറയണത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ്റെ ആറ്. എഫ് എന്ന് പറയണത് ഫിനാൻഷ്യൽ, എ അസറ്റ് ആൻഡ് പിന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ എസ്, ഇൻട്രസ്റ്റിൻ്റെ ഐ, ഇൻട്രസ്റ്റ് ആക്ട്. ഇങ്ങനെയാണ് സർഫാസിയുടെ ഫുൾ ഫോം വരുന്നത്. ഇത് മിക്കവാറും CSEBയുടെ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്നത് ഈ ആർ എന്താണെന്ന് തന്നെയാണ്, റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ്പാൻഷൻ മുഴുവനായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ. ഓപ്ഷൻ എ സെപ്റ്റംബർ 1933, ഓപ്ഷൻ ബി ഡിസംബർ 1933, ഓപ്ഷൻ സി ഒക്ടോബർ 1933, ഓപ്ഷൻ ഡി നവംബർ 1933. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പാസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസംബർ 1933 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ RBI, പിന്നെ ഈ RBIയുടെ പ്രധാനമായിട്ടുള്ളൊരു ഇയറാണ് RBIയുടെ ആക്ട് വന്നത് എന്നാണെന്നുള്ളത്. RBIയുടെ ആക്ട് എന്ന 1934 RBIയുടെ ആക്ട് വന്നത്. ഓക്കെ, അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്തത്, ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബില്ല് പാസ് ചെയ്ത് 1933. RBIയുടെ ആക്ട് വന്നത് 1934 മാർച്ച് 6 കേട്ടോ വന്നത്. മാർച്ച് 6 അത് വന്നത് RBIയുടെ ആക്ട്. RBI വന്നത്, അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് RBI വന്നത് 1935 35 ഏപ്രിൽ 1. ഏപ്രിൽ 1 RBI വന്നു. പിന്നെ RBIയുടെ പ്രധാന വർഷമാണ് 1937 എന്ന് പറയുന്നത്. 37 എന്താണ്, RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് 1937. പിന്നെ അടുത്തത് RBIയുടെ നാഷണലൈസേഷൻ. RBI നാഷണലൈസ് ചെയ്തത് 1949 RBI നാഷണലൈസ് ചെയ്തത്. 49 ജാനുവരി 1 RBI നാഷണലൈസ് ചെയ്തു. ഇത്രയാണ് RBIയുടെ പ്രധാനപ്പെട്ട വർഷങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് RBI ഇൻ. ഓപ്ഷൻ എ സെപ്റ്റംബർ 1982, ഓപ്ഷൻ ബി സെപ്റ്റംബർ 1981, ഓപ്ഷൻ സി സെപ്റ്റംബർ 1984, ഓപ്ഷൻ ഡി സെപ്റ്റംബർ 1983. ഏത് വർഷമാണ് മൻമോഹൻ സിംഗ് RBIയുടെ ഗവർണറായിട്ട് അപ്പോയിൻ്റ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെപ്റ്റംബർ 1982. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ബാങ്ക്സ് വെയർ ബ്രോട്ട് അണ്ടർ ദ ആംബിറ്റ് ഓഫ് ദ റെഗുലേഷൻ ഓഫ് RBI ഇൻ. ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1966, ഓപ്ഷൻ സി 1967, ഓപ്ഷൻ ഡി 1969. കോപ്പറേറ്റീവ് ബാങ്ക്സ് RBIയുടെ റെഗുലേഷൻ കൺട്രോളിൽ വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. RBIയുടെ റെഗുലേഷനിൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1966. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ റിഡ്രസൽ ഓഫ് കസ്റ്റമർ ഗ്രീവൻസ് against banking sector was introduced. Option A January 1994, option B June 1996, option C February 1995, option D September 1997. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വന്നത് എന്നാണെന്നാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫെബ്രുവരി 1995. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നത് 1995. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വന്നത് 2010 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വരുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ 1995 ഫെബ്രുവരിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാരാമീറ്റർ ഓഫ് എൽ ഇൻ ക്യാമൽ? ഓപ്ഷൻ എ ലയബിലിറ്റി, ഓപ്ഷൻ ബി ലെവറേജ്, ഓപ്ഷൻ സി ലിക്വിഡിറ്റി, ഓപ്ഷൻ ഡി ലോൺസ്. ക്യാമൽസിൽ എൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലിക്വിഡിറ്റി.
ക്യാമൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ ഓവറോൾ പെർഫോമൻസ് എല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. 2013 വരെ നമ്മുടെ കയ്യിൽ ക്യാമൽസ് എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഓക്കെ, 2013 മുതലാണ് അതിൻ്റെ ഒപ്പം ഒരു സിയും കൂടെ വന്നത്. ഓക്കെ, അതിന് മുമ്പ് ക്യാമൽസ് എന്നായിരുന്നു. അപ്പോൾ സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അഡാക്വസി എന്നാണ് പറയുക. എ അസറ്റ് ക്വാളിറ്റി, എം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി, ഇ ഏർണിങ്സ്, എൽ ലിക്വിഡിറ്റി ആൻഡ് എസ് സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ക്യാമൽസ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ആയിരുന്നു അത്, ഓരോ വേർഡും ഉദ്ദേശിക്കുന്നത്. 2013 വരെയാണ് ഇത് ഉണ്ടായിരുന്നത്, അപ്പോഴുള്ളതാണിത്. ഇതിൽ നോക്കിയിട്ട് 1 എന്നുള്ള മാർക്കാണ് കിട്ടുന്നതെങ്കിൽ 1 to 5 ആണ് ഇതിന് മാർക്ക് കിട്ടുന്നത്. ഇതിൽ 1 എന്നാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ അത് ബെസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. 5 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ വേസ്റ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 to 5 മാർക്ക് വരുന്നത്. 1 കിട്ടിയ ബെസ്റ്റ്, 5 ആണെങ്കിൽ വേസ്റ്റ് എന്നാണ്. പിന്നെ 2013 മുതലാണ് ഇത് മാറി ക്യാമൽസിൻ്റെ ഒപ്പം ഒരു സിയും കൂടെ വന്നത്. അപ്പോഴും ഇത് ഉദ്ദേശിക്കുന്നതെല്ലാം ശരിയാണ്. ക്യാപിറ്റൽ അഡാക്വസി, അസറ്റ് ക്വാളിറ്റി, മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി, ഏർണിങ്സ്, ലിക്വിഡിറ്റി. എസ് എന്നുള്ളത് മാത്രം സിസ്റ്റം എന്നായിട്ട് മാറി. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് കംപ്ലയിൻസ് എന്നാണ് സി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ എസും സിയും മാത്രമേ മാറിയിട്ടുള്ളൂ. ക്യാപിറ്റൽ അഡാക്വസി, അസറ്റ് ക്വാളിറ്റി, മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി, ഏർണിങ്സ്, ലിക്വിഡിറ്റി, സിസ്റ്റം, കംപ്ലയിൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സോൾവൻസി, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി, ഓപ്ഷൻ സി വയബിലിറ്റി, ഓപ്ഷൻ ഡി പ്രോഫിറ്റബിലിറ്റി. ആൻസർ ഓപ്ഷൻ എ ആണ്, സോൾവൻസി. ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക് ഈസ് കോൾഡ് സോൾവൻസി. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിൻ്റെ ആണെങ്കിൽ അത് ലിക്വിഡിറ്റിയാണ്. ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആണ് സോൾവൻസി. അടുത്ത ക്വസ്റ്റ്യൻ. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ്. ഓപ്ഷൻ എ BR ആക്ട്, ഓപ്ഷൻ ബി RBI ആക്ട്, ഓപ്ഷൻ സി NI ആക്ട്, ഓപ്ഷൻ ഡി നബാർഡ് ആക്ട്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് അത് ഏതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, RBI ആക്ട്. RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബാങ്ക് ലയബിലിറ്റീസ്. ബാങ്കിൻ്റെ ലയബിലിറ്റീസിലെ ലാർജസ്റ്റ് പോർഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എ ഓൺ ഫണ്ട്, ബി ഡെപ്പോസിറ്റ്സ്, സി ബോറോയിങ്സ്, ഡി പ്രൊവിഷൻസ്. ഇതിലേതാണ് ബാങ്കിൻ്റെ ലയബിലിറ്റിയിൽ കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ് ബാങ്കിന് ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ ബാങ്കിൻ്റെ ലയബിലിറ്റിയിലെ ലാർജസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഡൺ ബൈ എ ബാങ്ക് വിത്തൗട്ട് prior permission of RBI. Option A, install ATM at licensed branches. Option B, opening extension counters. Option C, mergers. Option D, assess working capital requirement of borrowers. RBIയുടെ പെർമിഷൻ ഇല്ലാതെ RBIയുടെ പെർമിഷനോട് കൂടി മാത്രം ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യാൻ RBIയുടെ പെർമിഷൻ എന്തായാലും വേണം. അതെന്ത് കാര്യമാണെന്നാണ്, ഇതിൽ ഏത് കാര്യത്തിനാണ് RBIയുടെ പെർമിഷൻ വേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെർജേഴ്സ്. മെർജ് ചെയ്യണമെങ്കിലെല്ലാം RBIയുടെ പെർമിഷൻ ബാങ്കുകൾക്ക് വേണം. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടേം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷൻ ഏതാണെന്ന്. ഓപ്ഷൻ എ സേവിങ്സ്, ഓപ്ഷൻ ബി ഫ്ലെക്സി, ഓപ്ഷൻ സി റീഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി റെക്കറിങ്. ഇതിലേതാണ് കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്ലെക്സി. ഓക്കെ, ഫ്ലെക്സി ആണ്
ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷൻ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരെണ്ണമാണ് കാസ ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനാണ് കാസ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. CSA ഓർ CASA. സി എന്ന് പറയുമ്പോൾ കറണ്ട്, എസ് എന്ന് പറയുമ്പോൾ സേവിങ്സ്. അത് രണ്ടും ഓർത്താൽ മതി. അപ്പോൾ കാസ എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഫ്ലെക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫറിംഗ് അഡീഷണൽ സർവീസസ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ റീറ്റെയിൽ ബാങ്കിങ്, ഓപ്ഷൻ ബി ക്രോസ് സെല്ലിംഗ്, ഓപ്ഷൻ സി റീറ്റെയിൽ ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി റീറ്റെയിൽ ലോൺ. അതായത് എന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കസ്റ്റമറിന് തന്നെ അഡീഷണൽ സർവീസസ് കൊടുക്കുന്നതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രോസ് സെല്ലിംഗ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, ഇപ്പോഴുള്ള കസ്റ്റമേഴ്സിന് വീണ്ടും അഡീഷണൽ സർവീസസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എൻഗേജ്ഡ് ആസ് ബിസിനസ് കറസ്പോണ്ടൻറ്റ്. ഇതിൽ ബിസിനസ് കറസ്പോണ്ടൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ NGOs, ഓപ്ഷൻ ബി ഫാർമേഴ്സ് ക്ലബ്ബ്, ഓപ്ഷൻ സി പോസ്റ്റ് ഓഫീസ്, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ്സ്. ഇതിൽ ബിസിനസ് കറസ്പോണ്ടൻ്റ് അല്ലാത്തത്, ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്തത് ഏതാണെന്ന്. ആൻസർ ഓപ്ഷൻ സി ആണ്, പോസ്റ്റ് ഓഫീസ്. ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിട്ട് വെക്കാൻ പറ്റാത്തതാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ 1968/2020 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. അത് പാർട്ട് 2 വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്